ഹലോ മൈ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ രാവിലെ പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓർത്തു എങ്ങോട്ടേലും ഒന്ന് ചുമ്മാ കറങ്ങാൻ പോയാലോ എന്ന്. അങ്ങനെ എങ്ങോട്ട് പോകുമെന്നുള്ള ദീർഘനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് മലങ്കര ഡാം. ഇതിനു മുന്നേ 2 തവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇന്നും അങ്ങോട്ട് തന്നെ പോകാമെന്ന് വെച്ചു. ഞങ്ങളൊരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഈ ബോർഡ് സൂം ചെയ്തത് വേറൊന്നും കൊണ്ടുമല്ല, എൻ്റെ പേരവിടെ കണ്ടതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മഴക്കോളുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. വീടിൻ്റെ അവിടെയൊക്കെ മഴക്കാർ മൂടിക്കിടന്നാലും മലങ്കരയൊക്കെ എത്തുമ്പോഴത്തേക്കും മഴയൊന്നും കാണത്തില്ലായിരിക്കും എന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ പാളിപ്പോയി. പുഴയൊക്കെ എടുക്കാറായപ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്തു തുടങ്ങി. പക്ഷെ മഴയത്ത് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇത്ര നാളത്തെ ചൂടിന് ശേഷം ഇപ്പോൾ തണുപ്പ് തുടങ്ങിയോണ്ട് ഒരു സന്തോഷമുണ്ട് കേട്ടോ. പേഴ്സണലി മഴക്കാലം എനിക്ക് അത്ര ഇഷ്ടമില്ലെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു മഴ പെയ്യാൻ ചാൻസ് ഉണ്ടാവുമെന്ന്. എങ്കിലും സാരമില്ല, കുട ചൂടിയിട്ടാണെങ്കിലും നമുക്ക് ഡാം ഫുള്ള് കറങ്ങാം, കുട ചൂടിയിട്ടാണെങ്കിലും നമുക്ക് നടക്കാമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ തൊടുപുഴ എടുക്കാറായപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങൾ കുട എടുത്തിട്ടില്ല. പിന്നെ ഈ മഴയത്ത് എങ്ങോട്ട് ഇറങ്ങി നടക്കാനാണ്? ഒരു വഴിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മലങ്കരയ്ക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല തകർത്ത് പെയ്യുവാണ് കേട്ടോ മഴ. ഗേറ്റിന് ഫ്രണ്ടിലെത്തിയിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് എങ്ങനെയാണ് മഴ നനഞ്ഞ് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയേക്കാം, വേറൊരു ദിവസം ഇറങ്ങാമെന്ന് വിചാരിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വേറൊരു വഴി കൂടെ പോകുമ്പം മലങ്കര ഡാമിൻ്റെ ഷട്ടർ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞേ. ഷട്ടർ തുറന്നേക്കുന്നതൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ വഴിക്കൊന്ന് പോയിട്ടോ. ആ വഴിക്ക് നമുക്ക് ഡയറക്റ്റ് വീട്ടിലോട്ടും പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞേ. ഇതാണ് കേട്ടോ മലങ്കര ഡാമിൻ്റെ ഷട്ടർ. ഇത് നോക്കി നിന്നിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോൾ റോഡിൽ ഭയങ്കര കട്ടറാണ്. നമുക്ക് ഒട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കേട്ടോ റോഡ് കിടന്നിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ തിരിച്ച് പഴയ വഴിക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു. അപ്പം നോക്കിയപ്പോൾ താണ്ടി മഴ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ നമ്മുടെ പരിപാടി ക്യാൻസലാക്കേണ്ട, തിരിച്ച് അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടോ. ഇത് ഡാമിൻ്റെ അകത്തെ വ്യൂ ആണേ. നല്ല രസമുണ്ട് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കാൻ. മഴ കുറഞ്ഞെങ്കിലും പക്ഷെ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. നന്നായിട്ട് നനയുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. എന്താണേലും ഇറങ്ങി, ഇനിയിപ്പോൾ മഴയാണേലും സാരമില്ല, മഴ നനഞ്ഞാണേലും കുറച്ച് രീതിയിലേക്ക് നടന്നിട്ട് പോകാമെന്നും പറഞ്ഞാണ് കേട്ടോ ഞാൻ വെച്ചാണ് ഇവിടെ ഇറങ്ങിയത്. പിന്നെ ഇങ്ങനെ മലങ്കരയിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കുകയും ചെയ്യാം, മുതിർന്നവർക്ക് എൻജോയ് ചെയ്ത് അവിടെ നടക്കുകയും ചെയ്യാം കേട്ടോ. ഈ മഴയത്ത് വന്നിട്ട് വേറൊരു വൈബാണ് കേട്ടോ. പക്ഷേ 4 മണിയൊക്കെ എന്ന സമയത്ത് ഇളം വെയിലൊക്കെ ഉള്ളപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാൻ പോകുന്ന ഒരു സമയമില്ലേ, ആ സമയത്ത് ഇവിടെ വരുമ്പോൾ വേറൊരു അടിപൊളി വൈബാണ് കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ 2 തവണ വന്നപ്പോഴും അങ്ങനെ ഒരു ടൈമിലാണ് കേട്ടോ വന്നത്. ആദ്യമായിട്ടാണ് ഈ മഴയുള്ള സമയത്ത് ഇവിടെ വരുന്നത്. എങ്കിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ആ ഇളം വെയിലൊക്കെ ഉള്ള ആ ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇത് മൊത്തത്തിൽ മൂടിക്കിടക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നാത്തത്. പക്ഷേ ഇച്ചാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചെറിയ മഴയൊക്കെ നനഞ്ഞിങ്ങനെ തണുപ്പൊക്കെ അടിച്ച് നടക്കുന്ന സംഭവം ഇച്ചാന് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ 2 തവണ വന്നതിനെ അപേക്ഷിച്ച് ഇത്തവണ വന്നു കഴിഞ്ഞപ്പം കുറേ അപ്ഡേഷൻസ് ഒക്കെ അവർ പാർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിനകത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, സിനിമ സോങ്സൊക്കെ അതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നവർക്കാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് ആ പാട്ടൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അത് ഭയങ്കര രസമാണ് കേട്ടോ. മഴ പെയ്ത് സീറ്റെല്ലാം നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും പറ്റിയില്ല, എങ്കിലും ഞങ്ങൾ അതിലേക്ക് കുറേ നേരം നടന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ സമയത്ത് പിള്ളേർ കുറവായിരുന്നു, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് പിള്ളേരൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് കുറേ ഊഞ്ഞാലൊക്കെ അവിടെ ഫ്രീ ആയിട്ട് കിടന്നപ്പോൾ ഞാൻ കുറച്ച് നേരം പോയി ഊഞ്ഞാലൊക്കെ ആടി കേട്ടോ. ഞാൻ എവിടെയാണെങ്കിലും അങ്ങനെ പാർക്ക് കണ്ടാൽ എവിടെയെങ്കിലും ഊഞ്ഞാലും ഉണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് കയറിയിരുന്ന് ആടണം. ആ സമയത്ത് ഞാൻ തള്ള വൈബിൽ നിന്ന് മാറി പിള്ളേരുടെ വൈബിലേക്ക് പോകും. 10-30 വയസ്സായെങ്കിലും എനിക്ക് ഊഞ്ഞാലാടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ക്രേസാണ് ഗൈസ്. സൗദിയിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എവിടെയെങ്കിലും ഊഞ്ഞാലോ അത് പാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ഞാൻ ഊഞ്ഞാലാടുമായിരുന്നു. പിന്നെ സൗദിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പാർക്കിലെ ഊഞ്ഞാലിൽ അഡൽറ്റിനും കയറിയിരുന്ന് ആടിയെന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല, അവിടെ നോ പറയാൻ ആളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലിത് പിള്ളേർക്ക് വേണ്ടി മാത്രം സെറ്റപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണല്ലോ, അതുകൊണ്ട് അഡൽറ്റിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം വെയിറ്റ് താങ്ങൂല. പിന്നെ അത്യാവശ്യം നല്ലപോലെ മഴ പെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങ് മലമുകളിൽ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. മഴ എന്നാൽ പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. ചാറ്റൽ മഴ നനഞ്ഞാണ് ഞങ്ങൾ വരുന്നോടം വരെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. മലങ്കര കൂടാതെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ മൂലമറ്റെന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ആണെങ്കിലും നല്ല വ്യൂ പോയിൻറ്റ്സ് ഉള്ള സ്ഥലങ്ങളാണേ. അങ്ങനെ നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഈ തണുപ്പത്ത് ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ച് ഫുള്ളങ്ങ് തണുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. ഞാൻ മാത്രമേ വാങ്ങിച്ചുള്ളൂ, ഇച്ചാൻ വാങ്ങിച്ചില്ല, കാരണം ഇച്ചാന് വലിയ താല്പര്യമില്ല ഐസ്ക്രീമിനോട്. എനിക്കിങ്ങനെ റെക്കറൻ്റ് ആയിട്ട് ടോൺസിലൈറ്റിസ് വരുന്ന ആളാണ്, എങ്കിലും എനിക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി കേട്ടോ.
ഈ അടുത്ത ഇടയ്ക്കാണ് ഐസ്ക്രീം എൻ്റെ ഫേവറേറ്റായി മാറിയത്. അല്ലെങ്കിൽ എനിക്ക് എത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലാതിരുന്ന സാധനമായിരുന്നു കേട്ടോ ഐസ്ക്രീം. പക്ഷേ ഐസ്ക്രീം ഈ അടുത്ത കാലത്ത് എനിക്കത് ഫേവറേറ്റായി മാറിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് മാംഗോ ബാറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിഷ്ടം ബട്ടർ സ്കോച്ചാണ്. അപ്പോൾ ഇന്ന് എനിക്കിവിടെ നിന്ന് കിട്ടിയത് ബട്ടർ സ്കോച്ചാണ്. പിന്നെ ഇച്ചാനോട് ഞാനൊന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, പിന്നെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. പിന്നെ കാണാം. ബൈ.